നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ആദ്യം ബഹ്റൈനിൽ നിന്നുള്ള വാർത്തകൾ. ബഹ്റൈന്റെ 53ാമത് ദേശീയ ദിനം പ്രമാണിച്ച് രാജ്യത്ത് അവധി പ്രഖ്യാപിച്ചു. 2 ദിവസത്തെ അവധിയാണ് പ്രഖ്യാപിച്ചത്. ഡിസംബർ 16, 17 തീയതികളിലാണ് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ അവധി പ്രഖ്യാപിച്ചത്. രാജ്യത്തെ മന്ത്രാലയങ്ങൾ, സർക്കാർ വകുപ്പുകൾ, പൊതുസ്ഥാപനങ്ങൾക്ക് എന്നിവയ്ക്ക് ഈ ദിവസങ്ങളിൽ അവധിയായിരിക്കും. ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുടെ 25ാം സ്ഥാനാരോഹണ വാർഷികാഘോഷങ്ങൾക്കും ബഹ്റൈന്റെ 53ാമത് ദേശീയ ദിനത്തിനുമൊരുങ്ങി ബഹ്റൈൻ. രാജ്യമെങ്ങും ബഹ്റൈൻ പതാക വർണ്ണങ്ങളിലുള്ള ലൈറ്റുകളാൽ ജ്വലിച്ച് നിൽക്കുകയാണ്. ബഹ്റൈൻ ഭരണാധികാരികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ടുള്ള ഫ്ലെക്സുകളും കൊടിതോരണങ്ങളും രാജ്യമെങ്ങും നിറഞ്ഞുകഴിഞ്ഞു. ദേശീയ ദിനാഘോഷത്തിന്റെ മുന്നോടിയായി വിവിധ ഗവർണറേറ്റുകളിലായി നടക്കുന്ന സാംസ്കാരിക പരിപാടികളിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. ബഹ്റൈൻ പാരമ്പര്യവും സംസ്കാരവും അടയാളപ്പെടുത്തുന്നതും രാജ്യത്തിന്റെ മഹിതമായ ചരിത്രം അടയാളപ്പെടുത്തുന്നതുമായ പരിപാടികളാണ് വിവിധയിടങ്ങളിൽ സംഘടിപ്പിക്കുക. ഡിസംബർ 16 ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ആകാശത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന കരിമരുന്ന് പ്രയോഗങ്ങൾക്കായി പ്രധാന വിനോദ കേന്ദ്രങ്ങളെല്ലാം തന്നെ തയ്യാറെടുത്തു കഴിഞ്ഞു. ബഹ്റൈൻ ബേ, വാട്ടർ ഗാർഡൻ സിറ്റി, അവന്യൂസ് ഗാർഡൻ, 4 സീസൺസ് ഹോട്ടൽ ബഹ്റൈൻ, ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ട് എന്നിവിടങ്ങളിലാണ് കരിമരുന്ന് പ്രയോഗങ്ങൾ നടക്കുക. ബഹ്റൈൻ നവകേരള കേന്ദ്ര പ്രതിനിധി സമ്മേളനം ടെറസ് ഗാർഡൻ പാർട്ടി ഹാളിൽ സംഘടിപ്പിച്ചു. സമ്മേളനം ഓൺലൈനിൽ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും മുൻ MLAയുമായ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവാണ് ഉദ്ഘാടനം ചെയ്തത്. പ്രവാസത്തിലായിരിക്കുമ്പോഴും സംഘടനാ പ്രവർത്തനങ്ങളിൽ പ്രവാസികൾ കാണിക്കുന്ന താൽപര്യം ശ്ലാഘനീയമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. NK ജയൻ, സുനിൽദാസ് ബാല, ഷാജഹാൻ കരിവന്നൂർ എന്നിവർ അംഗങ്ങളായ പ്രസീഡിയം നിയന്ത്രിച്ച സമ്മേളനത്തിൽ രാജ് കൃഷ്ണ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സെക്രട്ടറി AK സുഹൈൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോർഡിനേഷൻ സെക്രട്ടറിയും ലോക കേരള സഭാംഗവുമായ ഷാജി മൂത്തല, അസിസ്റ്റന്റ് സെക്രട്ടറിയും ലോക കേരള സഭാംഗവുമായ ജേക്കബ് മാത്യു, K അജയ്കുമാർ, പ്രവീൺ മേൽപ്പത്തൂർ, അസീസ് ഏഴംകുളം എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വയനാടിനോടുള്ള അവഗണനയ്ക്കെതിരായ പ്രമേയം റെയ്സൻ വർഗീസും നിലവിൽ പ്രവാസികളായവരുടെ ക്ഷേമ പെൻഷൻ പ്രായപരിധി എടുത്തുകളയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം അനു യൂസഫും പ്രവാസികളുടെ യാത്രാക്ലേശം, ടിക്കറ്റ് നിരക്ക് എന്നീ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക എന്നാവശ്യപ്പെടുന്ന പ്രമേയം അൻഷാദയസും അവതരിപ്പിച്ചു. MC പവിത്രൻ സ്വാഗതവും പ്രശാന്ത് മാണിയത്ത് നന്ദിയും രേഖപ്പെടുത്തി. പുതിയ ഭാരവാഹികളായി അജയകുമാർ K രക്ഷാധികാരി, NK ജയൻ പ്രസിഡന്റ്, സുനിൽദാസ് ബാല, ഷാജഹാൻ കരിവന്നൂർ വൈസ് പ്രസിഡന്റുമാർ, AK സുഹൈൽ സെക്രട്ടറി, MC പവിത്രൻ, പ്രശാന്ത് മാണിയത്ത് ജോയിന്റ് സെക്രട്ടറിമാർ, അജിത് ഖാൻ ട്രഷറർ, രാജ് കൃഷ്ണ മെമ്പർഷിപ്പ് സെക്രട്ടറി, റെയ്സൻ വർഗീസ്, അനു യൂസഫ്, മനോജ് കൃഷ്ണ, K രഞ്ജിത്ത്, ജാൽവിൻ ജോൺസൺ, ശ്രീജിത്ത് ആവള, രാജു സക്കായി എന്നിവർ അടങ്ങുന്ന 15-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും സമ്മേളനം തിരഞ്ഞെടുത്തു. കൊല്ലം പ്രവാസി അസോസിയേഷൻ ഹമദ് ടൌൺ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹ്റൈൻ ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് കിങ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച സ്നേഹസ്പർശം 15ാമത് രക്തദാന ക്യാമ്പ് ശ്രദ്ധേയമായി. 90-ൽ പരം പ്രവാസികൾ രക്തദാനം നടത്തിയ ക്യാമ്പ് KPA പ്രസിഡന്റ് അനോജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഹമദ് ടൌൺ ഏരിയ പ്രസിഡന്റ് ജ്യോതി പ്രമോദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏരിയ ട്രഷറർ സുജേഷ് സ്വാഗതവും ബ്ലഡ് ഡൊണേഷൻ കൺവീനർ VM പ്രമോദ് നന്ദിയും പറഞ്ഞു. 44 തവണ രക്തം ദാനം നടത്തിയ ശൈലേഷിനെ ചടങ്ങിൽ ആദരിച്ചു. KPA ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ, ട്രഷറർ മനോജ് ജമാൽ, വൈസ് പ്രസിഡന്റ് കോയിവിള കുഞ്ഞുമുഹമ്മദ്, സെക്രട്ടറി അനിൽകുമാർ, ബ്ലഡ് ഡൊണേഷൻ കൺവീനർ നവാസ്, ഏരിയ കോർഡിനേറ്റർ പ്രദീപ് എന്നിവർ ആശംസകൾ അറിയിച്ചു. KPA സെൻട്രൽ ഡിസ്ട്രിക്ട് കമ്മിറ്റി അംഗങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്തു. ഹമദ് ടൌൺ ഏരിയ സെക്രട്ടറി റാഫി പരവൂർ, ജോയിന്റ് സെക്രട്ടറി ബിനിത അജിത്, വൈസ് പ്രസിഡന്റ് വിനോദ് പരവൂർ, ഏരിയ എക്സിക്യൂട്ടീവ് രജിത് സജികുമാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സിറിയയിൽ നിന്ന് 75 ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചു. 75 പേരെയും ലബനനിലേക്ക് സുരക്ഷിതമായി മാറ്റിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ജമ്മു കശ്മീരിൽ നിന്ന് സിറിയയിലെത്തി കുടുങ്ങിയ 44 പേരും ഇവരിൽ ഉൾപ്പെടുന്നു. ലബനനിൽ നിന്ന് ഇവർ ഇന്ത്യയിലേക്ക് തിരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ജമ്മു കശ്മീരിൽ നിന്ന് തീർത്ഥാടനത്തിനായി എത്തിയ ഇന്ത്യക്കാരും സിറിയയിൽ കുടുങ്ങുകയായിരുന്നു. ഇവർ സെയ്ദ സൈനബിലെത്തിയപ്പോൾ സിറിയയിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമാവുകയും ഇവർക്ക് മടങ്ങാൻ സാധിക്കാതെ വരികയുമായിരുന്നു. ഇന്ത്യയുടെ ഡമാസ്കസിലുള്ള എംബസിയും ബെയ്റൂത്തിലുള്ള എംബസിയും സംയുക്തമായി നടത്തിയ നീക്കത്തിനൊടുവിലാണ് തീർത്ഥാടകർ ഉൾപ്പെടെയുള്ള 75 ഇന്ത്യക്കാരെ സുരക്ഷിതരായി ലബനനിൽ എത്തിച്ചത്. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള.
Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി മറ്റു വാർത്തകളിലേക്ക്. ബഹ്റിൻ പ്രതിഭയുടെ 40ാം വാർഷികാഘോഷ പരിപാടികൾ ഡിസംബർ 12, 13 തീയതികളിലായി ബഹ്റിൻ കേരളീയ സമാജത്തിൽ സംഘടിപ്പിക്കും. ഡിസംബർ 12 വൈകുന്നേരം 6 മണി മുതൽ എലഗൻ കിച്ചൺ മുഖ്യ പ്രായോജകരായ ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ് ഷോ, ബഹ്റിൻ പ്രതിഭ മലയാളി ജീനിയസ് ടാലന്റ് ഹണ്ടോടുകൂടി പരിപാടികൾ തുടങ്ങുന്നതായിരിക്കും. വിജയിക്ക് 1,11,111 രൂപയും ഫൈനലിസ്റ്റുകൾക്ക് 11,111 രൂപയും സമ്മാനമായി ലഭിക്കും. അന്നേ ദിവസം പ്രതിഭാ ബാലവേദി അംഗങ്ങൾ അവതരിപ്പിക്കുന്ന നൃത്തം പൂമാതൈ പൊന്നമ്മ, ജിദ്യ ജയൻ ടീം അവതരിപ്പിക്കുന്ന നൃത്തം പഞ്ചതളം, ഡോക്ടർ ശ്രീനിവാസന്റെ ശിക്ഷണത്തിൽ അവതരിപ്പിക്കുന്ന മഴവില്ലഴകു വിരിയും നൃത്തം വിബ്ജിയോർ എന്നിവ അരങ്ങേറും. രണ്ടാം ദിവസമായ ഡിസംബർ 13 വൈകുന്നേരം 5 മണി മുതൽ പ്രതിഭാ സ്വരലയിലെ 40 ഗായകന്മാർ ആലപിക്കുന്ന അവതരണ ഗാനം, മധുലാൽ കൊയിലാണ്ടി അവതരിപ്പിക്കുന്ന സൗണ്ട് മാജിക്, മിമിക്രിയിലൂടെ ഒരു യാത്ര, ഡോക്ടർ ശിവകീർത്തി രവീന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച ഡേ 0 ദ ലാൻഡ് വിത്തൌട്ട് വാട്ടർ എന്ന സംഗീത നാടകവും ഔദ്യോഗിക പരിപാടികൾക്ക് മുമ്പായി അരങ്ങേറും. തുടർന്ന് സമ്മാനദാനവും MTയുടെ വിവിധ രചനകളെ ആസ്പദമാക്കി VR സുധീഷ് രചിച്ച അന്തരിച്ച നാടക കലാകാരൻ പ്രശാന്ത് നാരായണൻ രംഗഭാഷയൊരുക്കി വിനോദ് വി ദേവൻ സംവിധാനം ചെയ്യുന്ന മഹാസാഗരം എന്ന നാടകവും അരങ്ങേറും. പ്രവേശനം തീർത്തും സൗജന്യമാണെന്നും പ്രവാസികളെ മുഴുവൻ പേരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും സ്വാഗത സംഘം ജനറൽ കൺവീനർ സുബൈർ കണ്ണൂർ, ചെയർമാൻ P ശ്രീജിത്ത്, പ്രതിഭ ജനറൽ സെക്രട്ടറി മിജോഷ് മൊറാഴ, പ്രസിഡന്റ് ബിനു മണ്ണിൽ എന്നിവർ അറിയിച്ചു. KMCC മനാമ സെൻട്രൽ മാർക്കറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടനം ഡിസംബർ 13 വെള്ളിയാഴ്ച വൈകിട്ട് 5:30 KMCC ഹാളിൽ വെച്ച് സംഘടിപ്പിക്കും. അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLAയും സന്ദീപ് വാര്യറും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന ശാരീരിക അവശതകൾ അനുഭവിക്കുന്നവർക്ക് ഡോളി സർവീസ് സംവിധാനം വേണമെന്ന് ഹൈക്കോടതി. പോലീസും ദേവസ്വം ബോർഡും ഇക്കാര്യം ഉറപ്പാക്കണം. ശാരീരിക അവശതയുള്ളവരുടെ വാഹനങ്ങൾ നിലയ്ക്കൽ പിന്നിടുമ്പോൾ പമ്പയിലേക്ക് പോലീസ് വിവരങ്ങൾ കൈമാറണമെന്നും തുടർന്ന് പമ്പയിൽ ഡോളിക്കായുള്ള ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. അതേസമയം ശബരിമലയിൽ തീർത്ഥാടന തിരക്ക് തുടരുകയാണ്. രാവിലെ 9 മണിവരെ 30,000-ലധികം തീർത്ഥാടകർ ദർശനം നടത്തി. സ്പോട്ട് ബുക്കിംഗ് തീർത്ഥാടകരുടെ എണ്ണം 5,000 കടന്നു. എന്നാൽ ഇന്നലെ ഭക്തജന തിരക്കിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. 70,000-ലധികം ഭക്തജനങ്ങൾ മാത്രമാണ് ഇന്നലെ ദർശനം നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ എണ്ണം 85,000 കടന്നിരുന്നു. പരമ്പരാഗത കാനനപ്പാത വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചതോടെ പുൽമേടടക്കം കനത്ത സുരക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭക്തജന തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് വരുമാനത്തിലും വർധനവ് രേഖപ്പെടുത്തുന്നു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.